Hello. എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലെയിൻ സാരീസ് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇടാറുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഈ ഒരു അപ്ഡേഷൻ വീഡിയോ ഇടുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പ്ലെയിൻ സാരീസിന്റെ ഓർഡർ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോഴൊക്കെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കളേഴ്സും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ അടുത്ത് പുതിയ കളേഴ്സ് വരുമ്പോൾ ഇൻഫോം ചെയ്യണമെന്ന് നമ്മൾ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഒത്തിരി എൻക്വയറീസ് ഒക്കെ വരുന്ന കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ സ്കിപ്പായി പോകും. അപ്പൊ അങ്ങനെ സ്കിപ്പായി പോയവരെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതൊക്കെ കളേഴ്സ് നമുക്ക് ഇപ്പൊ സ്റ്റോക്കിലുള്ളതെന്ന് കാണാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഇത് സിൽക്കി കോട്ടയിൽ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അതായത് ഒരു മഡ് ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ഒരു മഡിന്റെ ഒരു കളർ വരുന്ന പോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് നേരത്തെ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് നമുക്ക് എപ്പോഴും മിക്കവാറും ഒക്കെ എന്ന് പറയുന്ന പോലെ സ്റ്റോക്കിൽ വരികയും പെട്ടെന്ന് മൂവ് ഔട്ട് ആവുകയും ചെയ്യുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. അത് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സാരീസിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ഒരു സാരീസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു അക്വ ഗ്രീൻ ഷെയ്ഡ് വരുന്ന സാരി. ഈ സാരി ഇതെല്ലാം നമുക്ക് റിപ്പീറ്റഡ്ലി സ്റ്റോക്ക് വരുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് കാണിക്കുന്ന കളേഴ്സ് അല്ല ഇതൊന്നും. നമുക്കിതൊക്കെ റിപ്പീറ്റഡ് വന്നിരിക്കുന്ന കളേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മുടെ വരുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ഈ ഗ്രേ ഷെയ്ഡ് നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് സിൽക്കി കോട്ടയിലുള്ളതാണ്. സിൽക്കി കോട്ട സാരീസ് എല്ലാം വരുന്നത് 5.5 മീറ്റർ സാരി ആയിട്ടാണ്. അപ്പൊ ഇതിന് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 575 ആണ്. 5.5 മീറ്റർ സാരിക്ക് 575 ആണ് റേറ്റ് വരുന്നത്. ഇത് ലാസ്റ്റ് നമുക്ക് സിൽക്കി കോട്ടയിൽ ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ബേജ് ഐവറി ഷെയ്ഡ്. അത്രയും ഷെയ്ഡ്സ് നമുക്ക് ഇപ്പൊ കറന്റ് സിൽക്കി കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡ്സ് കൂടെ ഒന്ന് കാണാം. കോട്ടൺ ചെക്കോട്ടയിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഇതിനെ ഡാർക്ക് ഒലീവ് ഗ്രീൻ ഷെയ്ഡ് എന്നും പാരറ്റ് ഗ്രീൻ എന്നും ഒക്കെ പറയുന്നവരുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വൽ ഇതിന്റെ കളർ ഈ പറഞ്ഞ പോലെ ഡിഫൈൻ ചെയ്ത് പറയാൻ അറിയത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിനകത്ത് ഇത് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ ഇതിനെ പാരറ്റ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഡാർക്ക് ഒലീവ് ഗ്രീൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നതും ഞാൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരുന്നതും രണ്ട് രീതിയിലും പറയുന്നവരുണ്ട്. അതുപോലെ ഇത് നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡ് നമുക്ക് കുറെ നാളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്നിട്ട് പുതുതായിട്ട് വീണ്ടും വന്ന നമ്മുടെ ഈ സ്കൈ ബ്ലൂ ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് പ്രാവശ്യമൊക്കെ നമുക്കിത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്നിട്ട് വീണ്ടും പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ്. നമ്മുടെ ഇത് ബ്ലൂ ഷെയ്ഡ് വരുമ്പം പറയണമെന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അപ്ഡേഷൻ ആണ്. ഇത് നമ്മുടെ ആ ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡ്, ഒരു പൗഡർ ബ്ലൂവിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ആ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് മിക്കവാറും വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഷെയ്ഡ്സ് ആണ്. അതുപോലെ നമ്മുടെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ലെമൺ യെല്ലോ ഷെയ്ഡ്. ഈവൻ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർഡേഴ്സ് വരുന്നത് ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ്. അതുപോലെ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം ബൾക്ക് ഓർഡേഴ്സ് ആയിട്ടൊക്കെ സാരീസ് ചോദിക്കാറുണ്ട്. 30 പീസ് സാരീസോ 50 പീസ് സാരീസ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് അത്രയും ബൾക്കായിട്ടൊക്കെ ഓർഡർ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റേറ്റിലും ഡിസ്കൗണ്ട്സ് വരും. ഇതെല്ലാം 6.5 മീറ്റർ സാരി ആയിട്ടാണ് വരുന്നത് കേട്ടോ. 6.5 മീറ്റർ സാരി ആയിട്ട് വരുമ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 675 ആണ്. 5.5 മീറ്റർ ആയിട്ട് നമ്മൾ ബൾക്കായിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ 5.5 മീറ്റർ ആയിട്ട് എടുത്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 575 ആണ്. സോറി, ഇത് നമ്മുടെ അക്വാ ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ ഈ പറഞ്ഞ പറയാൻ മറന്നുപോയത് അക്വാ ഗ്രീൻ അല്ല, അക്വാ ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിന്റെ തന്നെ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ്, അക്വാ ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞു വന്നപ്പം ഈ പറഞ്ഞ പോലെ കളേഴ്സ് പറഞ്ഞ് മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പീച്ച് ഷെയ്ഡ്, ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ഇത് ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ടൈം സ്റ്റോക്ക് ഇല്ലായിരുന്നു, ഇപ്രാവശ്യം നമുക്ക് വീണ്ടും വന്നതാണ്. നമ്മുടെ വൈറ്റ് ഷെയ്ഡ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് വൈറ്റ്. അതുപോലെ നമ്മുടെ ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇപ്രാവശ്യം നമുക്ക് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വന്ന പീസിന് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്ന കാരണം നമ്മൾ തിരിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഡാർക്ക് പിസ്ത ഗ്രീനും പിന്നെ മറ്റേ നമ്മൾ ആദ്യം കാണിച്ച പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ 2 ഗ്രീൻ ഷെയ്ഡ്സേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഒണിയൻ പിങ്ക് ഷെയ്ഡ്, ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡ്. ഇതും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. ഇതെല്ലാം 6.5 മീറ്റർ സാരി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബേബി പിങ്ക് ഷെയ്ഡ്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മെറൂൺ ഷെയ്ഡ്.
മെറൂണിലൊക്കെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാനും പെയിന്റ് അടിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ചോദിക്കാറുള്ള കളറാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ഷെയ്ഡ്സ് ആയതുകൊണ്ട് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് സാരീസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ ഈ സെയിം പാറ്റേൺസ് കാണിച്ചിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ വളരെ ലിമിറ്റഡ് പീസസേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാതെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് ഈ നമ്മളിപ്പോൾ കാണിച്ച കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലിനകത്ത് എന്തുവാ ചിക്കൻകാരി വർക്ക് വന്നിരിക്കുന്ന പാറ്റേൺ സാരീസ് ആണ്. ഈ പറഞ്ഞ പോലെ ഫുൾ ആ ഒരു ബോഡിയിലും മുന്താണി പോർഷനിലും ചിക്കൻകാരി വർക്ക് വന്നിരിക്കുന്ന പോലത്തെ സാരീസ് ആണ്. ഇത് ഈ സാരി ഇങ്ങനെ അത്യാവശ്യം ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്. ചിക്കൻകാരി വർക്ക് എന്ന് പറയുന്നത് തന്നെ ഫുൾ ഹാൻഡ് വർക്കാണ്. അപ്പൊ അതിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അത് അതേപടി തന്നെ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ വർക്ക് ചെയ്ത ഉടനെ തന്നെയുള്ള ആ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് ഇത്രയും ഉടഞ്ഞിരിക്കുന്ന പോലെ, ഇച്ചിരി സ്റ്റാർച്ച് ഇല്ലാത്ത പോലെ ഇപ്പോൾ ഈ മെറ്റീരിയൽ ഇരിക്കുന്നത്. നമ്മളിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് സെറ്റ് ആക്കുമ്പോഴേ ഇത് ശരിക്കും ഇതിന്റെ ഒരു ഒറിജിനൽ ഫോമിൽ എത്തത്തുള്ളൂ. ഇത് ഇപ്പം നമുക്ക് കാണുന്നത് നമ്മൾ ആ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പം കിട്ടുന്ന ആ ഒരു റോ ലുക്കിലാണ്. അതുകൊണ്ട് അത് ഇച്ചിരി പശയില്ലാത്തതുപോലെയും ഇച്ചിരി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് നമുക്ക് ആ ഒരു ഇത്രയും ഹെവി ആയിട്ട് ഈ ബോർഡറിലും ഈ ഒരു ഇത്രയും വർക്ക് കഴിഞ്ഞിട്ട് അത്രയും വർക്ക് ചെയ്തതിന്റെ ആ ഒരു ഇതിലിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ നല്ല ഈ പറഞ്ഞ നമ്മുടെ കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്, ഉടുക്കാനും നല്ല സുഖമാണ്. കോട്ട മെറ്റീരിയലാണ്, നമുക്കറിയാലോ. നമ്മൾ ഈവൻ പ്ലെയിൻ സാരീസ് ആണെങ്കിലും നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ചെക്കോട്ട സാരിയാണ്. നമ്മൾ വൈറ്റിലാണെങ്കിലും നമ്മൾ വൈറ്റ് ചെക്കോട്ടയിൽ ഒത്തിരി വർക്ക് ചെയ്ത സാരീസ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഹാൻഡ് എംബ്രോയിഡറി തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതല്ല, ഹാൻഡ് ബേക്ക് കളക്ഷനാണ്. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ഹെവി ആയിട്ടുള്ള ചിക്കൻകാരി വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു റേറ്റിലൊന്നും കൊടുക്കാനായിട്ട് ഒരിക്കലും പോസിബിൾ ആവത്തില്ല. കാരണം നമ്മൾ ചെയ്താൽ ഇത് എത്ര നാളുകൊണ്ട് ഈ വർക്ക് തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാരീസ് ഒക്കെ ഹാൻഡ് ബേക്ക് കളക്ഷൻസ് ആയിട്ട് ഇടുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ടൈം എടുത്ത് ഇത്രയും വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന വർക്കാണ്. നല്ല തിക്കായിട്ടുള്ള ചിക്കൻകാരി വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുമ്പം 2750 റുപ്പീസ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതിന്റെ കൂടെ ഇതിന്റെ ബ്ലൗസും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ബോഡി കൂടെ ഇങ്ങനത്തെ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ റാൻഡം ആയിട്ട് ബോഡി പാർട്ടിൽ ഇതുപോലത്തെ ആ ഒരു മോട്ടീവ്സും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, റാൻഡം ആയിട്ട് നമ്മുടെ ആ ചെസ്റ്റ് പോർഷൻ ഒക്കെ വരുന്നിടം വരെ തിക്കായിട്ട് തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ബ്ലൗസ് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ ആ ഒരു ബാക്ക് പോർഷനാണ് ഈ വന്നിരിക്കുന്നത്. സാരി ഈ ഒരു ബ്ലൗസിന്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാക്ക് പോർഷനാണ് ഇതിനകത്ത് ഈ വന്നിരിക്കുന്നത്. ആ ബോർഡർ വരുന്നത് പോലെ, അതായത് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ബോർഡറും അതുപോലെ നിറച്ചും ആ മോട്ടീവ്സും ഒക്കെ വന്നിരിക്കുന്ന പോലെ, അതുപോലെ ഇതിന്റെ സ്ലീവിലോട്ട് വരുമ്പോഴും ഈ സെയിം മോട്ടീവ്സും ഇതുപോലെ ഒരു ബോർഡറും ഒക്കെ വരുന്ന പോലെ സ്ലീവും കൊടുക്കാവുന്ന പോലെ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഒരു വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ഒരു ബ്ലൗസും വന്നിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ സ്റ്റാർച്ച് കളഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ നോർമലി ചിലരൊക്കെ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെറ്റീരിയലിന്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടും ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് ഇവരിങ്ങനെ ഉടഞ്ഞത് കൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒന്ന് സ്റ്റാർച്ച് ചെയ്ത് വാഷ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയലാണ്. അതുപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഈ ചിക്കൻകാരി വർക്ക് തന്നെ വേറൊരു സാരിയിലൂടെ വന്നിരിക്കുന്ന ഒരു പാറ്റേണൂടെ ഞാൻ കാണിക്കാം. നമുക്ക് നോർമലി ചിക്കൻകാരി വർക്ക് വരുന്ന ഒന്നെങ്കിൽ കോട്ട മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ. ഇത് കോട്ടൺ മെറ്റീരിയൽ ചിക്കൻകാരി വർക്ക് വന്നിരിക്കുന്നതാണ്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചിക്കൻകാരി വർക്ക് സാരിയാണ്. ഇത് കണ്ടോ, ഇത് എൻ്റെ മുന്താണി പോർഷനാണ്. മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതിൻ്റെ നമ്മൾ മുമ്പേ കാണിച്ച സാരി പോലെ തന്നെ മുന്താണി പോർഷനിൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മുന്താണി പോർഷനിലോട്ട് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. നല്ല ആ ഒരു പീച്ചില് വൈറ്റ് കളറിലെ വർക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു എലഗൻ ലുക്കുണ്ട്. അതിൻ്റെ കൂടെ ഇത്രയും നല്ല വലിയ മോട്ടീവ്സും ഈ ഒരു ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു വലിയ മോട്ടീവ്സും അതുപോലെ ഇതിന്റെ എൻഡിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു ബോർഡർ വർക്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ആ വൈറ്റ് പീച്ച് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ്. പിന്നെ ഇതിന്റെ ഫുൾ ബോഡിയിലും
ഇതുപോലെ ലൈൻസ് വരുന്ന പോലെ അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഫുൾ ബോഡിയിലും ഇതുപോലെ വെർട്ടിക്കലായി ഇങ്ങനെ ഈ ഒരു ഡയഗണലായിട്ട് ലൈൻസ് വരും. ഇതുണ്ടോ, നമ്മൾ ഉടുത്ത് വരുന്ന ഫുൾ ഭാഗത്തും ഈ ഒരു വർക്കുണ്ട്. ഫുൾ ആ ഒരു ചെറിയ മോട്ടീവ്സും ഇതുപോലത്തെ ഡയഗണൽ ലൈൻസും വരുന്ന പോലെ ഈ ഒരു സാരി ഫുൾ വരുന്നത്. ഫുൾ ഈ ഒരു ബോർഡേഴ്സും ഉണ്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന പോലത്തെ സാരി, കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സാരീസ് ഒക്കെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി വെയർ ആയിട്ട്, കോട്ടൺ ആയതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റിനാണെങ്കിലും പറ്റും. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഫാബ്രിക് ആണ്. ഇതിന്റെ വേറെ കളർ ചേഞ്ചസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ഷെയ്ഡ്സ് മാത്രമേ ഈ ചിക്കൻകാരി വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതുണ്ട്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേനും ഇതുപോലെ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവിൽ മാത്രം ഇതുപോലത്തെ വർക്ക് വരുന്ന പോലെ ഇതിന്റെ ബ്ലൗസിൽ വരുന്നത് കേട്ടോ. സ്ലീവിൽ മാത്രമേ ഈ ഒരു വർക്ക് വരുന്നുള്ളൂ. മുമ്പത്തെ സാരിയിൽ കാണിച്ച പോലെ ബോഡി പാർട്ടിൽ വർക്കില്ല, സ്ലീവിലെ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയൽ കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല മെറ്റീരിയൽ തന്നെ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ചിക്കൻകാരി വർക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 കളേഴ്സ്. ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് 2 സാരീസ് കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ നൈലോൺ കോട്ട മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന സാരി. ഈ സാരീസ് നമ്മൾ നേരത്തെ ഇതുപോലത്തെ പാറ്റേൺസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ സാരീസ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പാറ്റേൺസ് ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ലാസ്റ്റ് ആ ഒരു ബാച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലാസ്റ്റ് പീസായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സാരീസ് നമ്മൾ റാൻഡം ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നൈലോൺ കോട്ട മെറ്റീരിയലാണ്. ഫുൾ ബോഡി ഇതുപോലെ നമുക്ക് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന പോലത്തെ പാറ്റേണിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഫുൾ ആ ഒരു ബോർഡ് നമ്മൾ ഉടുത്ത് വരുന്ന ആ ഒരു ഭാഗം ഫുൾ ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് ഈ ഒരു സാരിയിലുണ്ട്. ഈ ഒരു ഇതുണ്ടോ, നിറച്ചും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട്. ഫുൾ നമ്മൾ ഫ്ലീറ്റ്സിന്റെ ഇടയ്ക്കാണെങ്കിലും അതുപോലെ ആ ഒരു ചെസ്റ്റ് പോർഷൻ തൊട്ട് പല്ലു പോർഷൻ വരെയൊക്കെ ആണെങ്കിലും ഫുൾ ഇതുപോലെ ആ ഒരു ഫ്ലോറൽ വർക്കുണ്ട്. അടുത്ത് കണ്ടാൽ അറിയാം ഇതിനകത്ത് ഫുൾ ഇതുപോലത്തെ ഗോൾഡൻ ഹൈലൈറ്റ്സും വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ കൂടെ മുകളിൽ കൂടെ ഫുള്ളും ഈ ഒരു ഗോൾഡൻ ഹൈലൈറ്റ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് ഈ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതുകൊണ്ട് ഇതിന്റെ ബോഡി പാർട്ടിൽ വരുമ്പം ആ ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് വരത്തില്ല, പക്ഷെ ഫുൾ ആ ഒരു ഫ്ലോറൽ വർക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരും, ഇച്ചിരി ഡാർക്കർ ഷെയ്ഡിൽ വിത്ത് ബോർഡേഴ്സ്. അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്ന പോലെ ഒരു വലിയ ഡിസൈനും വരുന്ന പോലെ ആണ് ഇതിന്റെ ഒരു ബ്ലൗസ് പീസ് വരുന്നത്. ഈ സാരീസ് വരുന്നത് 1340 റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ്, ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതിനകത്ത് ഇച്ചിരി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫുൾ ബോഡിയിലും ഈ ആ ഒരു വർക്ക് വരത്തില്ല, അതായത് ആ ഡിജിറ്റൽ പ്രിന്റ് ഫുൾ ബോഡിയിലും വരത്തില്ല. പല്ലു പോർഷനിലപ്പോൾ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, പല്ലു പോർഷൻ കുറച്ചും കൂടെ ഒരു ഡീപ്പർ പാറ്റേണിൽ ആ ഒരു ഗോൾഡൻ വർക്കും ആ ഒരു ഡീറ്റെയിലിങ്ങും വരും. അതിനുശേഷം ഇതിന്റെ ഒരു ലൈറ്റർ വേർഷൻ ഇതിന്റെ ഒരു ബോഡി പാർട്ടിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും. ഇതുകൊണ്ട് ഇതിന്റെ ഒരു ലൈറ്റർ വേർഷൻ ആയിട്ട് ഇതിന്റെ ബോഡി പാർട്ടിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഈ ഒരു ഡിസൈൻസ് വരും. ഫുൾ ഒരു സാരിയുടെ ഒരു നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് വേർഷനിൽ ആ ഒരു ഡിസൈൻസ് ഇങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് ഇതിന് വിത്ത് ബ്ലൗസും വരും. വിത്ത് ബ്ലൗസ് വരുന്നത് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡിലാണ്. ഇതിന്റെ ഫുൾ ബോഡിയിലും ഇതുപോലത്തെ ഡിസൈൻസ് വരുന്ന പോലെ ബ്ലൗസ് വരുന്നത്. ബോർഡറിലും ഡിസൈൻ ഉണ്ട്, ഫുൾ ബോഡിയിലും ഡിസൈൻ ഉണ്ട്. മറ്റേ എൻഡിൽ ബാക്ക് സൈഡിൽ വെക്കാവുന്ന പോലെ കുറച്ച് വലിയ ഡിസൈൻസും ഉള്ളതുപോലെ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഈ 2 സാരീസിനും റേറ്റ് വരുന്നത് 1340 റുപ്പീസ് ആണ്. അപ്പൊ ഇത്രയും സാരീസ് ആണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മുടെ ചെക്കോട്ട സാരീസിന്റെയും സിൽക്കി കോട്ട സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോയും അതുപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്ക് നമ്മളൊന്ന് ബാലൻസ്, അതായത് ഒരു ബാച്ച് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് റാൻഡം ആയിട്ടിരിക്കുന്ന കുറച്ച് സാരീസ് കൂടെ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇതുപോലത്തെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.